തെരുവു നായയുടെ ആക്രമണത്തിൽ 4 പേർക്ക് കടിയേറ്റു. ചികിത്സയ്ക്കായി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആന്റി റേബീസ് മരുന്ന് ലഭ്യമല്ലാത്തതിനാൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. കുമളിയിൽ വീണ്ടും തെരുവുനായയുടെ ആക്രമണം. തിങ്കളാഴ്ച രാത്രി 8 മണിയോടെ ഹോളിഡേ ഹോം ജംഗ്ഷൻ മുതൽ കൊല്ലം പട്ടട ഭാഗം വരെയുള്ള പ്രദേശങ്ങളിലാണ് തെരുവുനായ 4 പേരെ ആക്രമിച്ചത്. കൊല്ലം പട്ടട സ്വദേശികളായ ശ്രീനന്ദു, ജസ്ന, അനിരുദ്ധ്, CSI പള്ളി പാസ്റ്റർ വിജയൻ എന്നിവർക്കാണ് കാലിനും തുടയ്ക്കും കടിയേറ്റത്. 16-ാം വാർഡിൽ ഇന്നലെ 3 കുട്ടികളെ പട്ടികടിക്കുകയുണ്ടായി. അത് സംബന്ധിച്ച് നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചെന്നപ്പോൾ അവിടെ ഒരു ഡോക്ടറില്ല, ഒരു അറ്റൻഡറും ഒരു നഴ്സും മാത്രമാണ് ഇരിക്കുന്നത്. അവിടുന്ന് കുട്ടിക്ക് ഒരു ഫസ്റ്റ് എയ്ഡ് പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ആംബുലൻസ് വിട്ടുതരാൻ ചോദിച്ചു. പീരുമേട് താലൂക്ക് ആശുപത്രി കൊണ്ടുപോയി. ആംബുലൻസിനകത്ത് മരുന്നിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു കൂലിപ്പണി എന്ന ഞങ്ങളെപ്പോലുള്ളവർ മെഡിക്കൽ കോളേജിൽ പോയി ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ പാടാണ്. എന്തിനാണ് ഈ കുടുംബാരോഗ്യ കേന്ദ്രം തുറന്നു വെച്ചിരിക്കുന്നത്? പരിക്കേറ്റവരെ ഉടൻ തന്നെ കുമളി സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആവശ്യമായ ആന്റി റേബീസ് വാക്സിനും ഇമ്മ്യൂണോഗ്ലോബുലിനും ലഭ്യമല്ലാത്തതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ആക്രമണം നടത്തിയ തെരുവുനായയെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. സംഭവത്തെ തുടർന്ന് പ്രദേശവാസികൾ ആശങ്കയിലാണ്. തെരുവുനായയെ അടിയന്തരമായി പിടികൂടാൻ പഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്നും കുമളി സർക്കാർ ആശുപത്രിയിൽ ആന്റി റേബീസ് വാക്സിനും മറ്റ് അത്യാവശ്യ ചികിത്സാ സൗകര്യങ്ങളും സ്ഥിരമായി ലഭ്യമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. സിറ്റി വിഷൻ, കുമളി.